ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് സോണിയാഗാന്ധി ഉദ്ഘാടനം നിർവഹിക്കും. ഡൽഹി കോട്ട്ല റോഡിലെ ഇന്ദിരാഗാന്ധി ഭവനാണ് കോൺഗ്രസ് ആസ്ഥാനത്തിന്റെ പുതിയ മേൽവിലാസം. 4 പതിറ്റാണ്ടുകാലത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ നിർണായക തീരുമാനങ്ങൾക്കും സംഭവബഹുലമായ ചരിത്രത്തിനും സാക്ഷ്യം വഹിച്ച അക്ബർ റോഡ് 24-ലെ പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രത്തിൽ നിന്നാണ് കോൺഗ്രസ് പുതിയ മേൽവിലാസത്തിലേക്ക് മാറുന്നത്. ജന്തർ മന്ദർ റോഡിലെ 7-ാം നമ്പർ വസതിയിൽ നിന്ന് കോൺഗ്രസിലെ പിളർപ്പിന് പിന്നാലെ 1978-ലാണ് 24 അക്ബർ റോഡ് എന്ന വിലാസത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്തുന്നത്. ഇന്ദിരാഗാന്ധി മുതൽ മല്ലികാർജുൻ ഖർഗെ വരെ 7 അധ്യക്ഷന്മാർ ഇവിടെയിരുന്ന് പാർട്ടിയെ നയിച്ചു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധിയുടെ തിരിച്ചുവരവ്, രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും അപ്രതീക്ഷിത വിയോഗങ്ങൾ, സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനം തുടങ്ങി ചരിത്രപരമായ മുഹൂർത്തങ്ങൾക്ക് അക്ബർ റോഡിലെ കോൺഗ്രസ് ആസ്ഥാനം വേദിയായി. കോട്ട്ല റോഡിലെ 6 നിലകളിലായാണ് പുതിയ ആസ്ഥാന മന്ദിരം. കോൺഗ്രസ് അധ്യക്ഷന് കൂടാതെ AICC ഭാരവാഹികൾക്കും ഓഫീസുകൾ, പാർലമെന്ററി പാർട്ടി നേതാവിനും ലോക്സഭാ കക്ഷി നേതാവിനും പ്രത്യേക ഓഫീസുകൾ ഉണ്ടാകും. കോൺഫറൻസ് ഹാളുകൾ, ലൈബ്രറി, ഗവേഷണ കേന്ദ്രം തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് പുതിയ ഓഫീസ്. 2016-ൽ സോണിയാഗാന്ധി പാർട്ടി അധ്യക്ഷയായ സമയത്താണ് പുതിയ ആസ്ഥാനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. പാർട്ടി ദേശീയ നേതാക്കൾക്ക് പുറമെ മുൻ മുഖ്യമന്ത്രിമാർ, മുൻ മന്ത്രിമാർ, PCC അധ്യക്ഷന്മാർ തുടങ്ങിയവർ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കും. വിനീത VG, 24, ഡൽഹി.